ദിവസവും ഓരോ അഴിമതിയുടെ ചുരുളുകളാണ് അഴിഞ്ഞുകൊണ്ടിരിക്കുന്നത്. അത് പല മേഖലകളിലായിട്ടാണ്. ഇതെല്ലാം ഉയർത്തിക്കൊണ്ടുവന്ന ജനങ്ങളുടെ മധ്യത്തിൽ, ജനങ്ങളുടെ ഇടയിലേക്ക് ജനകീയ വിചാരണ നടത്തേണ്ടത് പ്രതിപക്ഷമാണ്. എന്നാൽ ഇന്നത്തെ പല പ്രതിപക്ഷം എന്ന് പറയുന്നത് അവർ ഭരണകക്ഷി ആയിരുന്നപ്പോൾ ഇതിനേക്കാൾ എത്രയോ ഭയങ്കരമായിരുന്നു അഴിമതികൾ. അത് എല്ലാം പരസ്യമായി പുറത്തു വരും. ആ പരസ്യമാവുന്നതിന്റെ അല്ലെങ്കിൽ ആ പുറത്തു വരുന്നതിന്റെ യാഥാർത്ഥ്യത എന്ന് പറയുന്നത് അവരിലുള്ള ഗ്രൂപ്പ് വടംവലിയാണ്. ഒരു ഗ്രൂപ്പിൽപ്പെട്ട ഒരാൾ അഴിമതി നടത്തുമ്പോൾ ആ മറ്റൊരു ഗ്രൂപ്പിൽപ്പെട്ടവർ അത് രഹസ്യമായി പത്രങ്ങൾക്ക് ചോർത്തി കൊടുക്കുന്ന ഒരു സ്വഭാവം ഐക്യമുന്നണി സർക്കാരിന്റെ കാലത്തുണ്ടായിരുന്നു. ഇന്നും അത് രഹസ്യമായി ഇടതുപക്ഷ സർക്കാർ ആവുമ്പോൾ വളരെ രഹസ്യമായി ഇത്തരം സംഭവങ്ങൾ നടക്കുന്നുണ്ടെന്ന് മാത്രം. ഇപ്പൊ അവസാനമായി കഴിഞ്ഞ ദിവസമെല്ലാം ചർച്ചയായിരിക്കുന്നത് കേരള രാഷ്ട്രീയത്തിന്റെ അന്തരീക്ഷത്തിൽ അഴിമതിയുടെ കറ വീണ്ടും പുരണ്ടിരിക്കുന്നത് PSCയുടെ അംഗത്വവുമായി ബന്ധപ്പെട്ടാണ്. ഒരാളിന് PSC അംഗത്വം നൽകുന്നതിന് വേണ്ടി 60 ലക്ഷം രൂപ കോഴ ആവശ്യപ്പെട്ടുവെന്നും അതിൽ 22 ലക്ഷം രൂപ അഡ്വാൻസായി കൊടുത്തുവെന്നുമാണ് പുറത്തു വന്നിരിക്കുന്ന റിപ്പോർട്ട്. അതിൽ ഒരു ഏരിയ കമ്മിറ്റി അംഗം, ആ അംഗം വഴിയാണ് ആ അംഗത്തിന്റെ കൈവശമാണ് ഈ തുക കൊടുത്തു എന്നാണ്. ഒരു ഏരിയ കമ്മിറ്റി മെമ്പറുടെ സ്വാധീനം, അതിന് പരിമിതികളുണ്ട്. ഒരു PSC അംഗത്വം വാങ്ങിക്കൊടുക്കത്തക്ക നിലയിൽ ഒരു ഏരിയ കമ്മിറ്റി അംഗം ഉയർന്നോ അല്ലെങ്കിൽ ഏരിയ കമ്മിറ്റി അംഗത്തിന് കഴിയോ എന്ന് സംശയിക്കുന്നവർ ആണ് ബഹുഭൂരിപക്ഷവും പാർട്ടിക്കകത്തുള്ളത്. അപ്പോൾ ആ ഏരിയ കമ്മിറ്റി അംഗത്തിന്റെ മുകളിൽ മറ്റ് ഉന്നത കമ്മിറ്റികളിൽ ഉള്ളവർക്ക് പങ്കില്ലാതെ അല്ലെ ഉള്ളവരുമായി ബന്ധമില്ലാതെ PSC അംഗത്വം പോലുള്ള ഒരു പദവിയിലേക്ക് ഒരാളിനെ നിയമിക്കാൻ കഴിയില്ല എന്നുള്ളത് രാഷ്ട്രീയത്തിന്റെ ABC അറിയാവുന്ന എല്ലാവർക്കും വ്യക്തമായി തിരിച്ചറിയാവുന്നതാണ്. അപ്പൊ ഇത് കഴിഞ്ഞ ദിവസങ്ങളിൽ CPIMന്റെ സംസ്ഥാന സെക്രട്ടറി ശ്രീ ME ഗോവിന്ദന്റെ റിപ്പോർട്ടിൽ പാർട്ടിയിലേക്ക് പുതുതായി കടന്നു വരുന്നവരിൽ നല്ലൊരു ശതമാനം പണത്തോട് താല്പര്യമുള്ളവരാണ്, പണത്തോട് ആർത്തിയുള്ളവരാണ്, ആക്രാന്തമുള്ളവരാണെന്നാണ്. അതിനുവേണ്ടിയാണ് പണത്തെ മോഹിച്ചുകൊണ്ടാണ് പലരും പാർട്ടിയിലേക്ക് കടന്നു വരുന്നത്. ഇത് കർശനമായി നിയന്ത്രിക്കണമെന്നാണ് അദ്ദേഹത്തിന്റെ റിപ്പോർട്ട് പറയുന്നത്. താഴെ തട്ടില് മാത്രം നന്നാക്കാൻ ശ്രമിച്ചാൽ പോരാ. അഴിമതി മുകൾ തട്ടിലുണ്ടോ അല്ലെങ്കിൽ സംസ്ഥാന നേതൃത്വത്തിലുണ്ടോ അവിടെ നിന്ന് തിരുത്തൽ ആരംഭിക്കണം. കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇത്രത്തോളം ദയനീയമായ ഒരു കാഴ്ച ഇതിനു മുമ്പ് ഉണ്ടായിട്ടില്ല എന്ന് MA ബേബി പറയുന്നു. അത്രത്തോളം ദയനീയമായിരുന്നു ലോക്സഭയിലെ ഇടതുപക്ഷത്തിന്റെ പ്രാധാന്യം. അപ്പോൾ ഇത് പറയുമ്പോൾ തന്നെ മുകൾ തട്ടിൽ നിന്നാണ് ആദ്യം തിരുത്തേണ്ടത്. ഒരു പൊതുപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതം ട്രാൻസ്പെറന്റ് ആയിരിക്കണം. ജനങ്ങളിൽ നിന്ന് അവന് ഒന്നും ഒളിക്കാനുണ്ടാവരുത്, പ്രത്യേകിച്ചും സാമ്പത്തിക കാര്യത്തിൽ.
ഇവിടെ നിരവധി എണ്ണിയാലൊടുങ്ങാത്ത ബോർഡുകളും കോർപ്പറേഷനുകളും ഉണ്ട്. എന്തിനാണ് ഇത്രയും കോർപ്പറേഷനുകൾ, എന്തിനാണ് ഇത്രയും ബോർഡുകൾ? ഒരു ബോർഡ് ചെയർമാന് 1,00,000 രൂപ ശമ്പളവും അതിനു വേണ്ടുന്ന സംവിധാനങ്ങളും മറ്റുമൊക്കെയുണ്ട്. അതുപോലെ തന്നെയാണ് PSC അംഗത്തിന്. PSC അംഗത്തിന് 2 ലക്ഷം രൂപ ശമ്പളം, അതുമായി ബന്ധപ്പെട്ട നിരവധി ആനുകൂല്യങ്ങൾ, മെഡിക്കൽ, അതെല്ലാം പുറത്തു വന്നതുകൊണ്ട് അതിലേക്കൊന്നും വീണ്ടും കടക്കുന്നില്ല. ഇവിടെ രാഷ്ട്രീയ പാർട്ടികളെ, ഘടകകക്ഷികളെ കൂടെ നിർത്തുന്നതിന് വേണ്ടി അവർക്ക് ചില പദവികൾ കൊടുക്കുന്നതിന് വേണ്ടിയാണ് പുതിയ ബോർഡുകളും പുതിയ കോർപ്പറേഷനുകളും രൂപീകരിക്കുന്നത്. ഒരേ സ്വഭാവമുള്ള നിരവധി കോർപ്പറേഷനുകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഒരേ സ്വഭാവമുള്ള ഒന്നിലധികം ബോർഡുകൾ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. ഇതെല്ലാം എന്തിനു വേണ്ടി? ഇവിടെയെല്ലാം നടത്തുന്ന നിയമനങ്ങൾ അതെല്ലാം അഴിമതിയിലൂടെയാണ് നടത്തുന്നത് എന്നുള്ളത് രാഷ്ട്രീയപരമായി അറിഞ്ഞൂടാത്തതാരാണുള്ളത്. അതുകൊണ്ട് ഇത്രയധികം കോർപ്പറേഷനുകൾ കേരളത്തിന് ആവശ്യമുണ്ടോ? കേരളത്തിന് താങ്ങാവുന്നതിനും അപ്പുറമാണ് ഇവിടെ കോർപ്പറേഷനുകളുടെ എണ്ണം. അതുപോലെ തന്നെയാണ് ബോർഡുകളുടെ എണ്ണം. ഒരേ സ്വഭാവമുള്ള നിരവധി ബോർഡുകൾ, ഒരേ സ്വഭാവമുള്ള നിരവധി കോർപ്പറേഷനുകൾ, ഇതെല്ലാം പിരിച്ചുവിട്ടുകൊണ്ട് ഒരേ സ്വഭാവമുള്ള കോർപ്പറേഷനെല്ലാം ഒരു കോർപ്പറേഷന്റെ കീഴിൽ കൊണ്ട് ഒരു കോർപ്പറേഷനാക്കി ചുരുക്കുകയും ഒരേ സ്വഭാവമുള്ള ബോർഡുകൾ ഒരു ബോർഡിലേക്ക് ചുരുക്കുകയും ചെയ്താൽ എന്തുമാത്രം പണമാണ് സർക്കാരിന് ലാഭിക്കുക? ഇവിടെയെല്ലാം അഴിമതി നടത്തുന്നതിന് വേണ്ടി ആണ് ഇത്തരം ഒരേ സ്വഭാവമുള്ള ഒന്നിലധികം കോർപ്പറേഷൻ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അവിടെ നിന്ന് പുറത്തിറങ്ങുമ്പോൾ അതിന്റെ ചെയർമാൻ അല്ലെങ്കിൽ വൈസ് ചെയർമാൻ അല്ലെങ്കിൽ അതുപോലുള്ള ബോർഡ് അംഗങ്ങൾ അവരുടെ സമ്പാദ്യങ്ങൾ പരിശോധിക്കുന്നതിനുള്ള സംവിധാനം കേരളത്തിൽ ഉണ്ട് എങ്കിൽ തന്നെയും അതൊന്നും ഒരിക്കലും സുതാര്യമല്ല, ഫലപ്രദമല്ല. അതുകൊണ്ടാണ് അവിടെയെല്ലാം അഴിമതി നടക്കുന്നത്. ഐക്യജനാധിപത്യ മുന്നണിയുടെ സർക്കാരിന്റെ കാലത്ത് അന്ന് ഒരു കോൺഗ്രസിന്റെ ഒരു സമുന്നത നേതാവ് തന്നെ പറഞ്ഞത്, ഇവിടെ നടക്കുന്ന അഴിമതിപ്പണമെല്ലാം ദേശസാൽക്കരിക്കുകയാണെങ്കിൽ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും സൗജന്യമായി റേഷൻ നൽകുന്നതിനുള്ള പണം അതിൽ നിന്ന് ലഭിക്കും. അന്നത് കുറെയൊക്കെ വിവാദം ഉണ്ടാക്കിയതാണ്. എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ അന്നത് പറഞ്ഞ കോൺഗ്രസിന്റെ ഉന്നത നേതാവ് ശ്രീ VM സുധീരനാണ്. അന്ന് പരസ്യമായിട്ടാണ് അഴിമതി നടക്കുന്നതെങ്കിൽ ഇന്ന് രഹസ്യമായി അഴിമതി നടക്കുന്നു. ഇതിനൊരു അവസാനം കാണണം. അവസാനം കണ്ടെത്തിയേ മതിയാവും. അതിനൊരു പുതിയ രാഷ്ട്രീയം ഊരിത്തിരിഞ്ഞ് വരണമെന്ന് പലരും പറയുന്നുണ്ടെങ്കിലും അതുവരെ കാത്തിരിക്കാനുള്ള ക്ഷമ കേരളത്തിലെ ജനങ്ങൾക്ക് ഉണ്ടോ എന്നതാണ് പരിശോധിക്കേണ്ടത്. ആ പരിശോധന ആണ് തെരഞ്ഞെടുപ്പ് എന്ന് പറയുന്നതിലും അർത്ഥമില്ല. തെരഞ്ഞെടുപ്പിൽ കൂടുതലും പണം, ജാതി, മതം, അതോടെ തന്നെ ചില വ്യക്തിപരമായ ചില താല്പര്യങ്ങളൊക്കെ തെരഞ്ഞെടുപ്പ് വിജയത്തിൽ അടങ്ങിയിട്ടുണ്ട്. അതുകൊണ്ട് അഴിമതികൾ ഇനിയും നീട്ടിക്കൊണ്ട് പോകാൻ അനുവദിക്കാതെ അതിന് എവിടെയെങ്കിലും കടിഞ്ഞാണിട്ടുകൊണ്ട് പരമാവധി കുറയ്ക്കുന്നതിനുള്ള സംവിധാനം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് പത്രാധിപരുടെ പ്രതികരണം ഇവിടെ പൂർത്തിയാക്കിയാണ്. നന്ദി, നമസ്കാരം.